Now we have a theorem. Here the theorem is, if the mapping t from u to v is linear, then t of 0 equal to 0 and t of minus u equal to minus of tu for all u in u, for any u1, u2, etc. up to un belongs to u, and any scalars alpha 1, alpha 2, etc. alpha n, t of alpha 1 un plus alpha 2 u2 plus etc. up to alpha n un equal to alpha 1 t of u1 plus etc. up to alpha n t of un. നമുക്ക് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട്. ടി ഫ്രം യു ടു വി എന്ന് പറയുന്ന ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ താഴെ പറയുന്ന കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒന്നാമത് ടി ഓഫ് 0 ഈക്വൽ ടു 0, അതായത് സീറോയിനെ ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ യുയിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റിനെ വിയിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റിലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. സീറോയെ സീറോയിലോട്ട് മാപ്പ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ ടി ഓഫ് മൈനസ് യു ഈക്വൽ ടു മൈനസ് ഓഫ് ടി യു, അതായത് യുയിലെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റിനെ വിയുടെ, അതായത് ടി ഓഫ് യുവിൻ്റെ നെഗറ്റീവിലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. അതുപോലെ u1, u2, etc. up to un belongs to u. നമ്മൾ യുവിൽ u1, u2, etc. up to un എന്ന് പറയുന്ന വെക്ടേഴ്സ് എടുക്കുകയാണ്. അതുപോലെ തന്നെ ആൽഫ 1, ആൽഫ 2, etc. ആൽഫ എന്ന് പറയുന്നത് സ്കെലാസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് u1, u2, etc. unൻ്റെ ലീനിയർ കോമ്പിനേഷൻസിൻ്റെ മാപ്പിംഗ് എന്ന് പറയുന്നത്, ലീനിയർ കോമ്പിനേഷൻ്റെ മാപ്പിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടി ഓഫ് u1, ടി ഓഫ് u2, etc. up to ടി ഓഫ് un എന്നതിൻ്റെ ലീനിയർ കോമ്പിനേഷനിലോട്ടാണ് മാപ്പിംഗ് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ്, അതായത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് നോക്കാം, നമ്മളെ പ്രോബ്ലംസിനൊക്കെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് നോക്കാം. ടി ഓഫ് 0 വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് ടി ഓഫ് 0 പ്ലസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു ടി ഓഫ് 0 പ്ലസ് ടി ഓഫ് 0. അതായത് നമുക്ക് എന്ത് കിട്ടി? ടി ഓഫ് 0 ഈക്വൽ ടു ടി ഓഫ് 0 പ്ലസ് ടി ഓഫ് 0. അതായത് ഇവിടെ നമുക്ക് ടി ഓഫ് 0 മൈനസ് ടി ഓഫ് 0 ഈക്വൽ ടു ടി ഓഫ് 0 എന്ന് എഴുതാലോ. ടി ഓഫ് 0 മൈനസ് ടി ഓഫ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ടി ഓഫ് 0 ഈക്വൽ ടു 0. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ പ്രൂഫാണിത്, സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫാണ്. ടി ഓഫ് 0 ഈക്വൽ ടു 0. ഇനി നെക്സ്റ്റ് നമുക്ക് ടി ഓഫ് മൈനസ് യു ഈക്വൽ ടു മൈനസ് ഓഫ് ടി യു എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ടി ഓഫ് യു പ്ലസ് ടി ഓഫ് മൈനസ് യു കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതിനെ ഇപ്പോൾ ടി എന്ന് പറയുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയ കാരണം ഇതിനെ നമുക്ക് ടി ഓഫ് യു പ്ലസ് മൈനസ് യു എന്ന് എഴുതാലോ, വിച്ച് ഇസ് ഈക്വൽ ടു ടി ഓഫ് 0. ടി ഓഫ് 0 ഈക്വൽ ടു 0 ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. അതായത് നമുക്ക് കിട്ടിയത് ടി ഓഫ്, നമുക്കിപ്പോൾ ഇതാണ് കിട്ടിയത്, ടി ഓഫ് യു പ്ലസ് ടി ഓഫ് മൈനസ് യു ഈക്വൽ ടു 0. അതായത് ഒരു നമ്പർ മറ്റൊരു നമ്പറിനോട് കൂടെ, ഒരു വെക്റ്റർ അതിൻ്റെ മറ്റൊരു വെക്റ്ററിനോട് കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും അഡിറ്റീവ് ഇൻവേഴ്സസ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ടി ഓഫ് മൈനസ് യു ഈസ് ദ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് ടി ഓഫ് യു. അതായത് ടി ഓഫ് മൈനസ് യു ഈക്വൽ ടു മൈനസ് ഓഫ് ടി ഓഫ് യു. ഓക്കെ, ഈ പ്രൂഫും ഈസിയാണ്. ഇനി അടുത്ത പ്രൂഫ് നമുക്ക് നോക്കാം. ടി ഓഫ് ആൽഫ 1 u1 പ്ലസ് ആൽഫ 2 u2 പ്ലസ് എക്സെട്ര അപ് ടു ആൽഫ n un. നമ്മൾ വെക്ടർ സ്പേസ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ആൽഫ 1 u1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു വെക്റ്റർ ആയിരിക്കും. ആൽഫ 2 u2 എന്ന് പറയുന്ന വെക്റ്റർ ആയിരിക്കും. എക്സെട്ര അപ് ടു ആൽഫ n un എന്ന് പറയുന്നതും വെക്റ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ടി എൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനിങ്ങനെ എഴുതാലോ, ടി ഓഫ് ആൽഫ 1 u1 പ്ലസ് ടി ഓഫ് ആൽഫ 2 u2 പ്ലസ് എക്സെട്ര അപ് ടു ടി ഓഫ് ആൽഫ n un എന്ന് എഴുതാം. ഇനി നിങ്ങൾ നോക്കിയേ, ഇനി നമുക്ക് ഈ ടി ഓഫ് ആൽഫ 1 u1നെ ആൽഫ 1 ഇൻറ്റു ടി ഓഫ് u1 എന്ന് എഴുതാൻ പറ്റുള്ളൂ അല്ലേ. അങ്ങനെ ഓരോന്നും എഴുതാൻ പറ്റുമല്ല, നമുക്ക് തന്നിരിക്കുന്ന റിസൾട്ടായി. അപ്പോൾ ഞാനിത് മാത്രം എടുക്കുകയാണ്. ടി ഓഫ് ആൽഫ 1 u1 ഈക്വൽ ടു, ഇതെന്താ മീനിങ്? ആൽഫ 1 ടൈംസ് u1 അല്ലേ. ആൽഫ 1 ടൈംസ് u1നെ ആഡ് ചെയ്യുന്നതല്ലേ. u1 u2 എക്സെട്ര u1 പ്ലസ് എക്സെട്ര അപ് ടു u1 ആൽഫ 1 ടൈംസ് ആണല്ലോ. അപ്പോൾ ഇതൊക്കെ വെക്ടേഴ്സ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെല്ലാം ലീനിയർ ടി എന്ന് പറയുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ടി ഓഫ് u1 പ്ലസ് ടി ഓഫ് u1 പ്ലസ് എക്സെട്ര അപ് ടു ടി ഓഫ് u1. ഇത് എത്ര ടൈംസ് ഉണ്ട്? ആൽഫ 1 ടൈംസ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ആൽഫ 1 ടൈംസ് ടി ഓഫ് u1 എന്ന് എഴുതാം. അതായത് ടി ഓഫ് ആൽഫ 1 u1 ഈക്വൽ ടു ആൽഫ 1 ടൈംസ് ടി ഓഫ് u1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ഓഫ്, നമുക്ക് എന്ത് കിട്ടി? അപ്പോൾ നമുക്ക് തൊട്ട് മുമ്പത്തെ റിസൾട്ടിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം. ടി ഓഫ് ആൽഫ 1 u1 പ്ലസ് ആൽഫ 2 u2 പ്ലസ് എക്സെട്ര അപ് ടു ആൽഫ n un ഈക്വൽ ടു ടി ഓഫ് ആൽഫ 1 u1 പ്ലസ് എക്സെട്ര അപ് ടു ടി ഓഫ് ആൽഫ n un. ഇതിനെ നമുക്ക് ആൽഫ 1 ഇൻറ്റു ടി ഓഫ് u1 പ്ലസ് ആൽഫ 2 ഇൻറ്റു ടി ഓഫ് u2 പ്ലസ് എക്സെട്ര അപ് ടു ആൽഫ n ഇൻറ്റു ടി ഓഫ് un എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഒരു നോട്ടാണ് പറയുന്നത്. അതായത് നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ലാത്തതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ആ എക്സാമ്പിളാണ് പറയുന്നത്. ജി ഫ്രം R3 ടു R3,
ഡിഫൈൻഡ് ബൈ ജി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് മൈനസ് 1 എക്സ് വൈ. അതായത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഐഡൻറ്റിറ്റി എലമെൻറ്റിനെ എന്തായാലും ഐഡൻറ്റിറ്റി എലമെൻറ്റിലോട്ട് തന്നെ മാപ്പ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഐഡൻറ്റിറ്റി എലമെൻറ്റിനെ ഇപ്പം നമുക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ല എന്നൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. അതായത് ഐഡൻറ്റിറ്റി എലമെൻറ്റിലോട്ട് തന്നെയാണോ മാപ്പിംഗ് വരുന്നതെന്ന് പെട്ടെന്ന് തന്നെ നോക്കിയാൽ മതി. അപ്പോൾ നോക്കിയാൽ ജി ഓഫ് 0 0 0 ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് നമ്മൾ ഈ 0 0 0ൽ നമ്മൾ ഇതിൽ കൊടുക്കുമ്പോൾ 0 -1 0 0 എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 0 0 വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0 0 0. അതായത് R3യിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റിനെ R3യിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റിലോട്ടല്ല മാപ്പിംഗ് വരുന്നത്. അതുകൊണ്ട് തന്നെ ജി ഈസ് നോട്ട് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. പ്രോബ്ലം ഇതാണ്. ചെക്ക് വെദർ ടി ഫ്രം R2 to R2 ഡിഫൈൻഡ് ബൈ ടി ഓഫ് 1 2 ഈക്വൽ ടു 2 3 ആൻഡ് ടി ഓഫ് 0 1 ഈക്വൽ ടു 1 - 1 ആൻഡ് ടി ഓഫ് 3 - 4 ഈക്വൽ ടു 5 7 ഈസ് എ ലീനിയർ മാപ്പ്. അതായത് നമുക്ക് ടി ഫ്രം R2 to R2 എന്ന് പറയുന്ന ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്, ഒരു മാപ്പിംഗ് തന്നിട്ടുണ്ട്. ടി ഫ്രം R2 to R2 മാപ്പിംഗ് എങ്ങനെയാണ്? 1 2 എന്ന് പറയുന്ന എലമെൻറ്റിനെ 2 3ലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. 0 1 എന്ന് പറയുന്ന എലമെൻറ്റിനെ 1 - 1ലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. 3 - 4 എന്ന് പറയുന്ന എലമെൻറ്റിനെ 5 7ലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആവുമോ അല്ലയോ? ടി എന്ന് പറയുന്ന ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആവുമോ അല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് എലമെൻസിൻ്റെ മാപ്പിംഗ് മാത്രമാണ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മളിത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും രണ്ട് എലമെൻറ്റ് എടുക്കുക. R2 അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ R2 ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ R2ൻ്റെ ബേസിസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? 2 എലമെൻറ്റ്സ് അല്ലേ. ആ 2 എലമെൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ എലമെൻറ്റ്സിനെ അതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണേ നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത്, ഇതിൽ ഇപ്പം 3 എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഒന്ന് 1 2 തന്നിട്ടുണ്ട്, ഒന്ന് 0 1 തന്നിട്ടുണ്ട്, ഒന്ന് 3 - 4 തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ 1 2 0 1 അല്ലെങ്കിൽ 1 2 3 - 4 അല്ലെങ്കിൽ 0 1 3 - 4 ഇതിൽ ഏതെങ്കിലും 2 എണ്ണം എടുത്തിട്ട് അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഞാനിവിടെ ഈസിക്ക് വേണ്ടി എടുക്കുന്നത് ഒന്ന് 1 2 ഒന്ന് 0 1. ഓക്കെ, ഇത് 2 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് വി ഹാവ് ടു ചെക്ക് 1 2 and 0 1 ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ഓർ നോട്ട്. അങ്ങനെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് 2 വെക്ടേഴ്സ് ഇപ്പം നമ്മൾ എടുക്കുകയാണ്. 2 വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക നമ്മൾ? അതായത് u1 u2 എന്ന് പറയുന്ന 2 വെക്ടേഴ്സ് ഉണ്ട്. അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് α1 u1 പ്ലസ് α2 u2 ഈക്വൽ ടു 0 ഇംപ്ലൈസ് α1 ഈക്വൽ ടു 0 ആൻഡ് α2 ഈക്വൽ ടു 0. ഇതാണല്ലേ. അങ്ങനെയാണെങ്കിൽ u1 u2 എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. എന്താണ് പറയുന്നത്? 0ക്ക് ട്രിവിയൽ റെപ്രസെൻറ്റേഷനേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? 2/2 ഒക്കെ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചിട്ട് നോൺ സീറോ ആണോ നോക്കിയാൽ മതി. ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാം. ഇവിടെ നമ്മൾ 1 2 0 1 നമ്മൾ ഈ ഒരു ഡെഫിനേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഫസ്റ്റ് കൺസിഡർ ചെയ്യാം. 1 2 0 1ൻ്റെ ലീനിയർ കോമ്പിനേഷൻ ദാറ്റ് ഈസ് a × 1 2 പ്ലസ് b × 0 1 ഈക്വൽ ടു 0 0. എന്നിട്ട് എയും ബിയും 0 ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആണെങ്കിൽ ഇറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. 0ക്ക് ട്രിവിയൽ റെപ്രസെൻറ്റേഷനേ ഉള്ളൂ എന്നർത്ഥം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? a, 2a plus b ദാറ്റ് ഈസ് ഈക്വൽ ടു 0 0. നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. a ഈക്വൽ ടു 0 ഈസ് 2a plus b ഈക്വൽ ടു 0. നമുക്ക് a ഈക്വൽ ടു 0 2a plus b ഈക്വൽ ടു 0. ഇതിൽ a ഈക്വൽ ടു 0 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് b ഈക്വൽ ടു 0 എന്ന് കിട്ടും. നമുക്ക് എന്ത് കിട്ടി? a ഈക്വൽ ടു 0 ആൻഡ് b ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഈ തന്നിരിക്കുന്ന ഈ സെറ്റ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് 1 2 0 1 ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഇനി ഇത് 2 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പം നമ്മളിവിടെ ഒരു എലമെൻറ്റും കൂടി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇത് 2 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇത് 2ഉം കൊണ്ട് നമുക്ക് R2ലെ ഏത് എലമെൻറ്റിനെ വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എടുക്കുകയാണ്. അതായത് 3 - 4 എന്ന് പറയുന്ന മൂന്നാമത് നമുക്ക് 3 എലമെൻറ്റ്സ് തന്നിട്ടില്ലേ ഇവിടെ. അപ്പം 1 2 0 1 എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു. ഇനി 1 2 0 1 എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? R2ൻ്റെ ഡയമെൻഷൻ 2 ആണ്. അപ്പോൾ ബേസിസ് ആയിരിക്കും ഇത്. അപ്പോൾ ഈ ബേസിസിലെ എലമെൻറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? R2ലെ ഏത് എലമെൻറ്റ് എടുത്താലും അതിനെ നമുക്ക് ഈ ബേസിസിലെ എലമെൻറ്റ്സ് കൊണ്ട് ബേസിസിൻ്റെ എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ 3 - 4 എന്ന് പറയുന്നത് R2ലെ വേറൊരു എലമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് dimension of R2 equal to 2, therefore it is a basis.
അങ്ങനെ ബേസിസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? 3 - 4 എന്ന് പറയുന്ന R2 ഒരു എലമെൻ്റ് ആണ്. R2 ഈ 3 - 4 എന്ന് പറയുന്ന എലമെൻറ്റിനെ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ 3 - 4 ഈക്വൽ ടു A × 1 2 പ്ലസ് B × 0 1 എന്ന് എഴുതാം. ഇനി നമ്മളിതിനെ ഒന്ന് സോൾവ് ചെയ്യാം. അപ്പം A, 2A പ്ലസ് B എന്ന് എഴുതാം. ഇനി നമുക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്തിട്ട് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിവിടെ A = 3 എന്ന് കിട്ടും. 2A + B = -4. ഇതിനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ B = -10 എന്ന് കിട്ടും. നമുക്ക് എങ്ങനെ എഴുതാം 3 - 4നെ? 3 - 4 ക്യാൻ ബി റിട്ടൺ ആസ് A എന്ന് പറഞ്ഞാൽ 3 × 1 2 പ്ലസ് -10 × 0 1. അതായത് ഈ എലമെൻറ്റിൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതി 3 - 4നെ. ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തും 3 - 4 തന്നെയാണ് കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കണേ? ഇതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ അല്ലയോ എന്നല്ലേ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുക്കാം. ഇതിൻ്റെ ഓരോന്നിൻ്റെ ഇമേജ് നമുക്കറിയാലോ. ഇപ്പോൾ ടേക്കിംഗ് ട്രാൻസ്ഫോർമേഷൻ ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? T of 3 - 4 ഈക്വൽ ടു T of 3 1 2 പ്ലസ് -10 0 1. T എന്ന് പറയുന്നത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 3 T of 1 2 പ്ലസ് -10 × T of 0 1 എന്ന് എഴുതാം. ഇതിനെ നമുക്ക് T of 1 2ൻ്റെ ഇമേജ്, അതായത് 1 2 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഇമേജ് 2 3 ആണെന്ന് പറയാം. 0 1 എന്ന് പറയുന്ന ഇമേജിൻ്റെ 0 1 എന്ന് പറഞ്ഞ എലമെൻറ്റിൻ്റെ ഇമേജ് 1 - 1 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് T of 3 - 4 എന്ത് കിട്ടും? 3 × 2 3 പ്ലസ് -10 × 1 - 1. ഇത് നമ്മൾ സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് 6 9 പ്ലസ് -10 10 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 - 10 - 4 9 + 10 19. അതായത് നമുക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തിട്ട് T of 3 - 4 ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? -4 19 എന്നാണ് കിട്ടിയത്. വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്ന ഇമേജ് 5 7 ആണ്. അതുമായിട്ട് ഇമേജിനോട് ഈക്വൽ അല്ല. സോ നമുക്ക് എന്ത് പറയാം? T എന്ന് പറയുന്നത് ഒരു ലീനിയർ മാപ്പ് അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊരു കുറച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുക? നമുക്കൊരു 3 എലമെൻസിൻ്റെ വെച്ചിട്ട് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും R2-ൽ. അതാണ് പറയുന്നത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം 2 എലമെൻറ്റ്സ് വെച്ചിട്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 2 എലമെൻറ്റ്സ് വെച്ചിട്ട് മൂന്നാമത്തെ എലമെൻറ്റിനെ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഇമേജസ് സെയിം ആണോ നോക്കിയാൽ മതി. ഇമേജസ് സെയിം ആണെങ്കിൽ നമുക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.